അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കണ്ടതും അതിനുശേഷം മാധ്യമങ്ങളോട് സംസാരിച്ചതുമാണല്ലോ ഇപ്പോഴത്തെ ഏറ്റവും വലിയ ചർച്ചാ വിഷയം. കുറച്ച് കാലങ്ങളായിട്ട് ഉസ്താദിൻ്റെ ശത്രുക്കളടക്കം കൂടുതൽ ആളുകൾ ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദിനെ അംഗീകരിക്കുകയും പുകഴ്ത്തി പറയുകയുമൊക്കെ ചെയ്യുന്നത് കണ്ടപ്പോൾ ഉള്ളിലെ അസൂയയും കുശുമ്പും നുരഞ്ഞു പൊന്തുന്ന ചില ആളുകളുണ്ടല്ലോ. ഉസ്താദിനെതിരെ ഒന്നും മിണ്ടാൻ കഴിയാതെ ഉറക്കം നഷ്ടപ്പെട്ട് നടക്കുന്ന കുറേ ആളുകൾ. അവരിപ്പോൾ ഉസ്താദിനെ വേട്ടയാടാൻ വേണ്ടിയിട്ട് സജീവമായി രംഗത്തുണ്ട്. ചില ആളുകൾ പറയുന്നത് അദ്ദേഹത്തെ ആരും ഇന്ത്യൻ ഗ്രാൻഡ് മുഫ്തിയായിട്ട് അവരോധിച്ചിട്ടില്ല, അദ്ദേഹം സ്വയം അങ്ങനെ പറഞ്ഞ് നടക്കുകയാണ് എന്നൊക്കെ ചില ആളുകൾ പറയുന്നുണ്ട്. സത്യത്തിൽ അതൊക്കെ പച്ചക്കളവാണ്. നമ്മളെല്ലാവരും സോഷ്യൽ മീഡിയയിലൂടെ കണ്ടതാണ് ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദിനെ ഉത്തരേന്ത്യയിൽ വെച്ചിട്ട് ഗ്രാൻഡ് മുഫ്തിയായിട്ട് അവരോധിക്കുന്നത്. ഗ്രാൻഡ് മുഫ്തി എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ ഒരു ഔദ്യോഗിക പദവിയൊന്നുമല്ല. ഇന്ത്യൻ ഗ്രാൻഡ് മുഫ്തി എന്ന് പറയുന്നത് സർക്കാർ നിയോഗിച്ചൊരു പദവിയൊന്നുമല്ല. ഇസ്ലാമിക രാജ്യങ്ങളിൽ മാത്രമേ അത്തരത്തിലുള്ള ഔദ്യോഗിക പദവിയൊക്കെ ഉണ്ടാവും. ഇന്ത്യയിൽ ഒരു മതേതര രാജ്യമായതുകൊണ്ട് അങ്ങനെയുള്ള പദവികളൊന്നും ഉണ്ടാവില്ല എന്നുള്ള എല്ലാവർക്കും അറിയാം. പിന്നെ എന്താണ് ഈ ഗ്രാൻഡ് മുഫ്തി എന്ന് പറയുന്നത്? അത് ബറേവ്യയിലുള്ള മുസ്ലിങ്ങൾ അവർ കുറേ കാലങ്ങളായിട്ട് അവർക്കൊരു ഗ്രാൻഡ് മുഫ്തി ഉണ്ടായിരുന്നു. നമ്മുടെ ഖാദി എന്നൊക്കെ പറയുന്നത് പോലെ അവിടെ അവർക്കൊരു ഗ്രാൻഡ് മുഫ്തി ഉണ്ടായിരുന്നു. ആ ഗ്രാൻഡ് മുഫ്തിയാണ് അവിടെ ഉത്തരേന്ത്യയിലെ മുസ്ലിങ്ങളുടെ കാര്യങ്ങളൊക്കെ തീരുമാനിക്കുക, ഫത്വ നൽകുക, മസ്അലകൾ പറയുക. കുറേ കാലങ്ങളായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അവരുടെ ഗ്രാൻഡ് മുഫ്തി വിട പറഞ്ഞപ്പോൾ അവർ പകരം കണ്ടെത്തിയത് കാന്തപുരം ഉസ്താദിനെയാണ്. അങ്ങനെ അവർ കാന്തപുരം ഉസ്താദിനെ വിളിച്ചു വരുത്തി ഒരു വലിയ സദസ്സൊക്കെ സംഘടിപ്പിച്ചിട്ട് അവരുടെ ഗ്രാൻഡ് മുഫ്തിയായിട്ട് അവർ തന്നെയാണ് അവരോധിച്ചത്. അന്നത്തെ ഫോട്ടോ നമ്മളെല്ലാവരും കണ്ടത് നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം. അന്നത്തെ ആ ചടങ്ങിൻ്റെ ഫോട്ടോ ഉത്തരേന്ത്യയിലെ ലക്ഷക്കണക്കിന് ആളുകൾ പങ്കെടുത്തിരുന്നു. അവിടുത്തെ നൂറുകണക്കിന് പണ്ഡിതന്മാർ പങ്കെടുത്തിരുന്നു. അവരെല്ലാവരും കൂടി ചേർന്നിട്ടാണ് ഗ്രാൻഡ് മുഫ്തി പദവി അവർ നൽകിയിട്ടുള്ളത്. അവരാരും അതിനെ എതിർത്തിട്ടില്ല. അവരാരും ഞങ്ങൾ ഗ്രാൻഡ് മുഫ്തിയായിട്ട് കാന്തപുരം ഉസ്താദിനെ അംഗീകരിച്ചിട്ടില്ല എന്ന് പറഞ്ഞിട്ടില്ല. ഉത്തരേന്ത്യയിൽ നിന്ന് ഇപ്പോഴും ആരും പറയുന്നില്ല. കേരളത്തിലെ കുറച്ച് മുജാഹിദ് ജമാഅത്ത് കാന്തപുരം വിരോധികൾ മാത്രം പറഞ്ഞു നടക്കുന്നു എന്നല്ലാതെ ഉത്തരേന്ത്യയിൽ നിന്ന് ഒരാളും ഒരു മുസ്ലിമും പറഞ്ഞിട്ടില്ല കാന്തപുരം ഉസ്താദ് ഞങ്ങളുടെ ഗ്രാൻഡ് മുഫ്തി അല്ല എന്നുള്ളത്. ഇവിടെ കുറച്ച് ആളുകൾ കേരളത്തിൽ മാത്രമേ മുസ്ലിങ്ങളുള്ളൂ എന്ന് കിണറ്റിലെ തവളകളെ പോലെ ചിന്തിക്കുന്ന കുറച്ച് ആളുകളുണ്ടല്ലോ. അവരോട് അതൊന്നും പറഞ്ഞിട്ടൊരു കാര്യമില്ല. AP സുന്നികൾ മാത്രമല്ലല്ലോ കാന്തപുരം ഉസ്താദിനെ ഗ്രാൻഡ് മുഫ്തി എന്ന് വിശേഷിപ്പിക്കുന്നത്. നമ്മുടെ നാട്ടിലെ നിരവധി രാഷ്ട്രീയ നേതാക്കന്മാരും മന്ത്രിമാരും കേരളത്തിലെ അകത്തും പുറത്തുമുള്ള നിരവധി പണ്ഡിതന്മാർ എല്ലാവരും കാന്തപുരം ഉസ്താദിനെ ഗ്രാൻഡ് മുഫ്തി എന്ന് തന്നെയാണ് വിളിക്കുന്നത്. കേരളത്തിലെ മുഖ്യമന്ത്രി, കർണാടക മുഖ്യമന്ത്രി എല്ലാവരും ഗ്രാൻഡ് മുഫ്തി തന്നെയാണ് വിശേഷിപ്പിക്കുന്നത്. ഇപ്പോൾ ഇതാ ഇന്ത്യൻ പ്രധാനമന്ത്രി ഫേസ്ബുക്കിലും ട്വിറ്ററിലും പോസ്റ്റ് ചെയ്തിരിക്കുന്നു ഇന്ത്യൻ ഗ്രാൻഡ് മുഫ്തി എന്നുള്ളത്. ഇനിയിപ്പോൾ ഇവർ കുറച്ച് ആളുകൾ അംഗീകരിച്ചില്ല എന്നിട്ട് നമുക്ക് എന്താ വരാനുള്ളത്? ഉസ്താദ് ഒരിക്കൽ പോലും പറഞ്ഞിട്ടില്ല എന്നെ നിങ്ങൾ ഗ്രാൻഡ് മുഫ്തിയായി അംഗീകരിക്കണമെന്നോ അങ്ങനെ എന്നെ അഭിസംബോധന ചെയ്യണമെന്നോ ഒരാളോടും പറഞ്ഞിട്ടില്ല. ഒരു നേതാവിനോടും പറഞ്ഞിട്ടില്ല, ഒരു മന്ത്രിയോടും പറഞ്ഞിട്ടില്ല, ഒരു ഭരണകർത്താക്കളോടും പറഞ്ഞിട്ടില്ല. അങ്ങനെ അഭിസംബോധന ചെയ്യാത്തവരെ വിമർശിക്കുകയോ എതിർക്കുകയോ അങ്ങനെയും ചെയ്തിട്ടില്ല. കഴുതക്കാമം കരഞ്ഞു തീർക്കുന്നത് പോലെ ഇവിടെ കുറച്ച് പേര് ഇങ്ങനെ ഞങ്ങൾ അംഗീകരിച്ചിട്ടില്ല എന്ന് പറഞ്ഞതുകൊണ്ട് എന്താവുക? കിണറ്റിലെ തവളകളെ പോലെ പുറത്ത് നടക്കുന്ന കാര്യങ്ങളൊന്നും അറിയാതെ ഇവരിങ്ങനെ നിലവിളിച്ചിട്ട് എന്ത് കാര്യമുള്ളത്? ഒരു കാര്യമില്ല. അവർ കാലാകാലം ഇങ്ങനെ ഉസ്താദിൻ്റെ പിന്നാലെ കല്ലെറിഞ്ഞ് നടക്കുകയേ ഉള്ളൂ. ഇനി ഈ വിഷയത്തിലേക്ക് വരാം. നരേന്ദ്രമോദിയെ കാന്തപുരം ഉസ്താദ് സന്ദർശിച്ച വാർത്ത വന്നപ്പോൾ തന്നെ ഈ വിഭാഗം ഉണ്ടല്ലോ, ഞാൻ നേരത്തെ പറഞ്ഞ ആ വിഭാഗം, അസൂയയും കുശുമ്പും നുരഞ്ഞു പൊങ്ങി ഉറക്കം കിട്ടാതെ കുറേ കാലങ്ങളായിട്ട് ഉസ്താദിനെ എങ്ങനെയെങ്കിലും ഒന്ന് തളർത്താൻ ശ്രമിച്ച് നടക്കുന്ന കുറേ ആളുകൾ, അവർ എന്തെങ്കിലും കുത്തിത്തിരിപ്പുമായി ഇങ്ങനെ രംഗത്തിറങ്ങണമെന്ന് ആലോചിച്ചിരിക്കുമ്പോഴാണ് ഉസ്താദ് ഒരു ദേശീയ ചാനലിന് കൊടുത്ത ബൈറ്റ് ഇവർ കണ്ടത്. ഉടൻ എല്ലാവരും കൂടിയാണ് രംഗത്തിറങ്ങി. കാന്തപുരം ഉസ്താദിൻ്റെ ഇമേജും പ്രശസ്തിയും ഒക്കെ തകർക്കാൻ വീണ് കിട്ടിയ ഒരു അവസരമല്ലേ, ഇത് മാക്സിമം ആയിട്ട് ഉപയോഗിക്കുക. സോഷ്യൽ മീഡിയയിലൂടെ നിറഞ്ഞാടുക, ഉസ്താദിനെയും ഉസ്താദിൻ്റെ പ്രസ്ഥാനത്തെയും നിരന്തരം അവഹേളിക്കുക, ആക്ഷേപിക്കുക, മുസ്ലിങ്ങളെ ഒറ്റിക്കൊടുത്ത ചാരനാണ്, അങ്ങനെ എന്തൊക്കെ ചാപ്പ കുത്താൻ പറ്റുമോ അതൊക്കെ ചെയ്തു ഇവർ. പക്ഷേ ഇവർ ഒരു കാര്യം മാത്രം ഓർത്തില്ല. ഉസ്താദ് ഇതിലും വലിയ വേട്ടയാടലുകളൊക്കെ കഴിഞ്ഞിട്ടാണ് ഇവിടെ എത്തിയതെന്നുള്ള കാര്യം മാത്രം ഇവർ ഓർത്തിട്ടില്ല. എന്തൊക്കെ ആരോപണങ്ങളും ആക്ഷേപങ്ങളും ഉസ്താദ് നേരിട്ടിട്ടുണ്ട്. ഇനി ഉസ്താദിനെക്കുറിച്ച് പറയാത്ത എന്തെങ്കിലും ആരോപണമുണ്ടോ? എന്തെങ്കിലും കുറ്റമുണ്ടോ? ഈ നൂറ്റാണ്ടിൽ ഒരു മുസ്ലിം പണ്ഡിതനും കാന്തപുരം ഉസ്താദ് നേരിട്ട അത്രത്തോളം വെല്ലുവിളികൾ നേരിട്ടിട്ടുണ്ടാവില്ല. കാന്തപുരം ഉസ്താദ് നേരിട്ട ആരോപണങ്ങൾക്ക് അത്രയും വേറെ ഒരു പണ്ഡിതനും ഈ നൂറ്റാണ്ടിൽ ലോകത്തെവിടെയും നേരിട്ടിട്ടുണ്ടാവില്ല. അത്രത്തോളം വെല്ലുവിളികളും ആരോപണങ്ങളുമാണ് കാന്തപുരം ഉസ്താദ് നേരിട്ടത്.
നമ്മൾ കുട്ടികൾക്കൊക്കെ ചില പഴമൊഴികൾ പറഞ്ഞു കൊടുക്കാറുണ്ട്. മാങ്ങയുള്ള മാവിലേക്കല്ലേ കല്ലെറിയൂ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഇത്രത്തോളം വിമർശനങ്ങൾ നാനാഭാഗത്തുനിന്നും വരുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാം ആ ഉസ്താദിൻ്റെ കയ്യിൽ എന്തൊക്കെയോ ഉണ്ട് എന്നുള്ളത്. ഉസ്താദ് സമസ്തയിലേക്ക് കടന്നു വന്ന കാലം മുതൽ ഇവർ ഉസ്താദിൻ്റെ പിന്നിൽ കൂടി നിരന്തരം വേട്ടയാടി നിരന്തരമായി ഉസ്താദിനെ ഉപദ്രവിച്ചു കൊണ്ടിരുന്നിട്ട് ഉസ്താദിൻ്റെ വളർച്ചയ്ക്ക് എന്തെങ്കിലും കോട്ടം തട്ടിയിട്ടുണ്ടോ? ഉസ്താദിൻ്റെ ഉയർച്ചയ്ക്ക് എന്തെങ്കിലും കോട്ടം തട്ടിയിട്ടുണ്ടോ? കൂടുതൽ പടിപടിയായി ഉയർന്നു പോവുക എന്നല്ലാതെ ഒരു കോട്ടവും ഉസ്താദിനെതിരെ തട്ടിയിട്ടില്ല. ഉസ്താദ് പറഞ്ഞ എന്തെങ്കിലും നിലപാടിലോ ഉസ്താദ് പറഞ്ഞ വാക്കിലോ ഇതുവരെ മാറ്റി പറയേണ്ടി വന്നിട്ടില്ല. ഇതൊന്നും ഇവർ ആലോചിക്കുന്നില്ല. ഇവരങ്ങോട്ട് ഉസ്താദിൻ്റെ പിന്നാലെ കൂടിയിട്ട് കല്ലെറി എന്നെ. ഈ വളർച്ചയും ഉയർച്ചയൊന്നും അതൊന്നും വെറുതെ കിട്ടുന്നതല്ല. ആത്മാർത്ഥമായിട്ട് ദീനിനെ സേവനം ചെയ്യുമ്പോൾ, ആത്മാർത്ഥമായിട്ട് സാമൂഹ്യ സേവനം ചെയ്യുമ്പോൾ അള്ളാഹു ചില ആളുകളെ ഉയർത്തും. അത് നിങ്ങളെല്ലാവരും കൂടെ ഉസ്താദിനെ താഴ്ത്തിക്കെട്ടാൻ ശ്രമിച്ചാലും തളർത്താൻ ശ്രമിച്ചാലൊന്നും ആ ഉയർച്ചയിൽ നിന്ന് പിന്നോട്ട് പോകില്ല. അള്ളാഹു ഉയർത്തുന്നത് നിങ്ങൾക്ക് തളർത്താൻ പറ്റുമോ? കഴിയൂല മക്കളെ, ഒരു നിലക്കും കഴിയൂല. അള്ളാഹു ഒരാളെ ഉയർത്താൻ തീരുമാനിച്ചാൽ ഈ ലോകത്തിലെ സകല മനുഷ്യർ വിചാരിച്ചാലും ആ മനുഷ്യനെ താഴ്ത്തിക്കെട്ടാൻ ഒരു നിലക്കും കഴിയൂല. അത് ഏത് വഹാബിയാണെങ്കിലും, ഏത് മൗദൂദിയാണെങ്കിലും, ഏത് കാന്തപുരം വിരോധിയാണെങ്കിലും, നിങ്ങളുടെ ജീവിതം മുഴുവൻ ഉസ്താദിനെ തകർക്കാനും തളർത്താനും കിണഞ്ഞ് പരിശ്രമിച്ചോ, ഒരു അണു ഉസ്താദിനെ തളർത്താൻ നിങ്ങൾക്ക് കഴിയൂല. എന്ത് ആരോപണങ്ങളും പറഞ്ഞോ, അതൊന്നും ഉസ്താദ് മൈൻഡ് ചെയ്യാനേ പോകുന്നില്ല. അതൊന്നും ഉസ്താദ് ഗൗനിക്കാറേയില്ല. ഉസ്താദ് പലപ്പോഴും പറയാറുണ്ട്, നമുക്ക് നേരെ വരുന്ന ആരോപണങ്ങളും പരിഹാസങ്ങളൊന്നും നമ്മൾ മൈൻഡ് ചെയ്യാൻ പോകണ്ട എന്നുള്ളത് ഉസ്താദ് നിരന്തരം പറയുന്ന കാര്യമാണ്. ഉസ്താദിന് വേറെയും ഇഷ്ടംപോലെ പണിയുണ്ട്. നിങ്ങൾ നിരന്തരമായിട്ട് ഉസ്താദിൻ്റെ പിന്നിൽ കൂടി വേട്ടയാടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഉസ്താദ് നിങ്ങൾക്കും നിങ്ങളുടെ മക്കൾക്കും വേണ്ടി ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവില്ല, കുറച്ച് കാലം കൂടി കഴിയട്ടെ, അപ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും. ഇപ്പോൾ കേരള യാത്രയിൽ തന്നെ ഉസ്താദിനെ വിമർശിച്ച, ഉസ്താദിനെ നിരന്തരമായി വേട്ടയാടിയ ഒരുപാട് ആളുകൾ ഉസ്താദിനെ അംഗീകരിച്ചല്ലോ, പ്രശംസിച്ചല്ലോ, ഉസ്താദിന് പിന്തുണ അറിയിച്ചല്ലോ. അത് ഇനിയും ഉണ്ടാവും. കുറച്ച് കാലം കൂടി കഴിഞ്ഞാൽ ഇപ്പോൾ വേട്ടയാടുന്ന ആളുകൾ കൂടി ഉസ്താദിൻ്റെ പിന്നിൽ വരും, ഉറപ്പാണ്. അതൊക്കെ കാലം കൊണ്ടുവരും. ഇവരൊക്കെ ഇപ്പോൾ ഉസ്താദിനെ കുറിച്ച് പറയുന്നതും പരിഹസിക്കുന്നതും കേട്ടാൽ തോന്നും ഉസ്താദിൻ്റെ മറ്റു പല കാര്യങ്ങളും ഇവർ അംഗീകരിച്ചിട്ടുണ്ട്, ഇത് മാത്രമാണ് അംഗീകരിക്കാത്തതെന്ന്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കൂടിക്കാഴ്ച നടത്തിയതും അതിനുശേഷം ഉസ്താദ് നടത്തിയ ആ പത്രക്കാർക്ക് കൊടുത്ത ബൈറ്റും അത് മാത്രമാണ് ഇവർ തള്ളിപ്പറഞ്ഞത്. ബാക്കിയൊക്കെ അംഗീകരിക്കുന്നുണ്ടെന്നാണ് ഇവരുടെ സംസാരം കേട്ടാൽ തോന്നുക. അങ്ങനെയാണോ? ഇവിടെ ലോകം മുഴുവൻ അംഗീകരിച്ച, കേരളം മുഴുവൻ കൂടെ നിന്ന നിമിഷപ്രിയ കേസുണ്ടല്ലോ, ആ ഒരു കേസിൽ പോലും ഇവരാരും ഉസ്താദിൻ്റെ പിന്നിൽ നിന്നിട്ടില്ല, ഉസ്താദിനെ അംഗീകരിച്ചിട്ടില്ല. അപ്പോഴും ഇവർ ഉസ്താദിനെ വിമർശിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ആ നിമിഷപ്രിയ കേസ് എങ്ങനെയെങ്കിലും കലക്കാൻ വേണ്ടി ശ്രമിക്കുകയായിരുന്നു ഇവർ. ഉസ്താദ് ചെയ്ത ഒരു നല്ല കാര്യത്തിലും ഇവർ ഉസ്താദിനെ അംഗീകരിച്ചിട്ടില്ല എന്നുള്ളത് നമുക്ക് ഉറപ്പല്ലേ? അല്ലാതെ ഇവർ ആദ്യമായിട്ടൊന്നും അല്ലല്ലോ ഉസ്താദിനെ വിമർശിക്കുന്നത്. നിമിഷപ്രിയ കേസ് കുറേ കലക്കാൻ ശ്രമിച്ചിട്ട് എന്തെങ്കിലും സംഭവിച്ചോ? ആ പെണ്ണിനെ തൂക്കിക്കൊന്നിട്ടില്ലല്ലോ, വധശിക്ഷ മാറ്റി വെച്ചില്ലേ, ഇപ്പോഴും ജീവിച്ചിരിക്കുന്നുണ്ടല്ലോ. അപ്പോൾ ഇവരുടെ കലക്കലൊന്നും ഒരു കാലത്തും വില പോവില്ല. അത് ഓരോ കാലത്തും ഇവരിങ്ങനെ ഓരോ പ്രശ്നങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കും. കുറച്ച് കഴിയുമ്പോൾ അടുത്ത പ്രശ്നങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കും. അത് സ്വാഭാവികമാണ്. അതൊന്നും കാണാനും കേൾക്കാനും ഉസ്താദിന് നേരല്ല. അതിനുശേഷം ഇതാ സൗദിയിൽ നിന്ന് കുറേ സ്ത്രീകളെ ഉസ്താദ് മോചിപ്പിച്ചു. അതിനുശേഷം വേറൊരു ഇബ്രാഹിം എന്നൊരു സഹോദരനെ ഉസ്താദ് രക്ഷപ്പെടുത്തി. ഉസ്താദിൻ്റെ സാമൂഹ്യ പ്രവർത്തനങ്ങൾ ഇങ്ങനെ തുറന്നുകൊണ്ടേയിരിക്കുന്നുണ്ട്. നിങ്ങൾ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും അതിൽ നിന്ന് പിന്മാറാനോ അതിൽ തളർന്ന് വീട്ടിലൊതുങ്ങിക്കൂടാനൊന്നും ഉസ്താദിനെ കിട്ടൂല മക്കളെ. ലക്ഷദ്വീപിലെ പ്രശ്നങ്ങൾ നമ്മൾ കണ്ടതല്ലേ, അതിനെതിരെ നമ്മൾ സോഷ്യൽ മീഡിയയിൽ നന്നായിട്ട് ഇറങ്ങിയതല്ലേ. കേന്ദ്ര സർക്കാർ ലക്ഷദ്വീപിനെ വിഴുങ്ങുന്നു. പ്രഫുൽ കോട പട്ടേലിൻ്റെ നേതൃത്വത്തിൽ അവർ ലക്ഷദ്വീപിലെ ജനങ്ങളെ അവിടെ നിന്നും കുടിയൊഴിപ്പിക്കുന്നു. എന്തൊക്കെ പ്രശ്നങ്ങളായിരുന്നു, എന്തൊക്കെ കോലാഹലങ്ങളായിരുന്നു. കാന്തപുരം ഉസ്താദ് അമിത്ഷായെ പോയി കണ്ട് കാര്യങ്ങൾ പറഞ്ഞു. ഒരാഴ്ച കൊണ്ട് ആ പ്രശ്നം അവസാനിച്ചില്ലേ? ഒരാഴ്ച. അല്ലാതെ കേന്ദ്ര സർക്കാരിന് അത് മോശമായി പോയി എന്ന് സ്വയം തോന്നിയത് കൊണ്ട് പിന്മാറിയതൊന്നുമല്ല. അമിത്ഷായെ കണ്ട് കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി കാന്തപുരം ഉസ്താദിനെ പോലുള്ള ഒരാൾ പറഞ്ഞപ്പോൾ അത് മുഖവിലക്കെടുത്തു. ഒരാഴ്ച കൊണ്ട് ലക്ഷദ്വീപിലെ പ്രശ്നം അവസാനിച്ചു. ഈ പറഞ്ഞ ഇവരാരും അത്തരത്തിലുള്ളൊരു പ്രശ്നവും പരിഹരിക്കാൻ പോയിട്ടില്ല, എവിടെയും പോയിട്ടില്ല. ഒരു കത്തയക്കുക പോലും ചെയ്തിട്ടില്ല പ്രധാനമന്ത്രിക്കോ മറ്റു മന്ത്രിമാർക്കോ. ഏതെങ്കിലും ഒരു മനുഷ്യൻ്റെ പ്രശ്നമെങ്കിലും ഇവർ അവസാനിപ്പിച്ചിട്ടുണ്ടോ? ഇവിടെ കാന്തപുരം ഉസ്താദ് ഒരു രാജ്യത്തിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാനാണ് ഓടി നടന്നുകൊണ്ടിരിക്കുന്നത്. ഉസ്താദ് ഓരോ പ്രശ്നങ്ങളും പരിഹരിക്കുമ്പോൾ, ഈ സമൂഹത്തിന് വേണ്ടി ഓരോ കാര്യങ്ങളും നേടിയെടുക്കുമ്പോൾ അതിൻ്റെ ആനുകൂല്യം പറ്റുന്നത്, അതിൻ്റെ ഗുണം കിട്ടുന്നത് ഉസ്താദിനെ ഇപ്പോൾ തെറി വിളിക്കുന്ന ആളുകൾ കൂടിയാണ്, അവരുടെ മക്കൾക്ക് കൂടിയാണ്. ഇവിടെ നിങ്ങൾക്ക് കാണാം, പ്രധാനമന്ത്രിയുമായി കാന്തപുരം ഉസ്താദ് ചർച്ച ചെയ്ത വിഷയങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്, തുറന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം. ഇതിലേക്കൊന്ന് നോക്കിയാൽ തന്നെ മനസ്സിലാവും. കേവലം മർക്കസിന് വേണ്ടി മാത്രമുള്ള കാര്യങ്ങളല്ല,
മുസ്ലിങ്ങൾക്ക് വേണ്ടി മാത്രമുള്ള കാര്യങ്ങളല്ല, എല്ലാ വിഭാഗം ജനങ്ങൾക്കും ആവശ്യമുള്ള കാര്യങ്ങളാണ് ഉസ്താദ് പ്രധാനമന്ത്രിയെ പോയി കണ്ട് അവതരിപ്പിച്ചത്. ഇവർ വലിയ അപരാധമായിട്ട് പറയുന്നത് ഇവിടെ ഇന്ത്യയിൽ മുസ്ലിങ്ങൾ സുരക്ഷിതരാണ് എന്ന് പറഞ്ഞതിൻ്റെ പേരിലാണല്ലോ. പിന്നെ എന്താണ് ഉസ്താദ് പറയേണ്ടത്? ഈ സമൂഹത്തിനാവശ്യമായ, ഈ രാജ്യത്തിനാവശ്യമായ ഒരുപാട് കാര്യങ്ങൾ പ്രധാനമന്ത്രിയോട് സംസാരിച്ച് ചർച്ച ചെയ്ത് തിരിച്ചു വരുന്നതിന് ശേഷം എന്താ പറയേണ്ടത്? ആ പ്രധാനമന്ത്രി മോശമാണ്, ഒന്നും പറഞ്ഞിട്ട് കേൾക്കണില്ല, ഇവിടെ മുസ്ലിങ്ങൾക്ക് ജീവിക്കാൻ തന്നെ പറ്റണില്ല എന്നൊക്കെ പറഞ്ഞാൽ ഇവിടുത്തെ പ്രശ്നം തീരുമോ? ഇവിടെ കൂടുതൽ പ്രശ്നത്തിലേക്ക് പോവുകയല്ലേ ചെയ്യുക. ഇവിടെ ഇപ്പോൾ നിലവിൽ മുസ്ലിങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രശ്നങ്ങളും അതോടുകൂടി തീരുമെന്നാണ് നിങ്ങൾ വിചാരിച്ചിരിക്കുന്നത്? ഇവിടെ ഭരണാധികാരികളെ കണ്ട് ആ പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള ഒരു ശ്രമത്തിലാണ് ഉസ്താദ്. ഇവരൊക്കെ പറയുന്നത് പോലെ ഇന്ത്യയിലെ മുസ്ലിങ്ങൾ സുരക്ഷിതരല്ല എന്നാണ് പറഞ്ഞിരുന്നതെങ്കിൽ പ്രധാനമന്ത്രിക്ക് മുമ്പിൽ സമർപ്പിച്ച ആ നിവേദനത്തിന് പിന്നെ എന്തെങ്കിലും വിലയുണ്ടോ? അതൊന്നും വേണ്ട. അങ്ങനെ ഒരു പ്രസ്താവന ഉസ്താദ് നടത്തിയാൽ പിന്നെ ഇവിടുത്തെ മുസ്ലിങ്ങളുടെ അവസ്ഥ എന്തായിരിക്കും? മുസ്ലിങ്ങൾക്ക് കിട്ടുന്ന ആനുകൂല്യങ്ങളുടെ അവസ്ഥ എന്തായിരിക്കും? ഉള്ളതുകൂടി ഇല്ലാതായി പോവുകയല്ലേ ചെയ്യുക. ഇതൊന്നും മനസ്സിലാകാഞ്ഞിട്ടല്ലോ ഇവരൊക്കെ വിമർശിച്ചുകൊണ്ടിരിക്കുന്നത്. കിട്ടിയ ഒരു അവസരം മാക്സിമം ഉപയോഗപ്പെടുത്തുക, അത് മാത്രമാണ് ലക്ഷ്യം. നമ്മളൊക്കെ ഭരണകൂടത്തെ വിമർശിക്കുന്നത് പോലെയാണോ? നമ്മൾ ഫേസ്ബുക്കിലൂടെയും യൂട്യൂബിലൂടെയും സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ നിരന്തരമായിട്ട് ഭരണകൂടങ്ങളെയും സംഘപരിവാറിനെയും നരേന്ദ്രമോദി അടക്കം വിമർശിക്കുന്നുണ്ട്. അതുപോലെയാണോ കാന്തപുരം ഉസ്താദ് ഒരു നാഷണൽ മീഡിയക്ക് വൈറ്റ് കൊടുക്കുമ്പോൾ പറയേണ്ടത്? ഒരു മീഡിയ സാക്ഷരത പോലും ഇവർക്കില്ലാതെ പോയല്ലോ. മീഡിയ സാക്ഷരതയൊക്കെ കൃത്യമായി പഠിച്ച ആളാണ് കാന്തപുരം ഉസ്താദ്. എന്ത്, എവിടെ, എങ്ങനെ പറയണം എന്നുള്ളത് കൃത്യമായി പഠിച്ചിട്ടുണ്ട്. ഇന്നേ വരെ അതനുസരിച്ചേ പറഞ്ഞിട്ടുള്ളൂ. ഇതുവരെ ഒന്നും മാറ്റി പറയേണ്ടി വന്നിട്ടില്ല. കാന്തപുരം ഉസ്താദ് ലോകം ഉറ്റുനോക്കുന്നൊരു മനുഷ്യരാണ്. ഉസ്താദ് ഒരു പരാമർശം നടത്തിയ, പ്രസ്താവന നടത്തിയാൽ അത് ലോകം മുഴുവൻ ചർച്ച ചെയ്യും. അപ്പോൾ ഇന്ത്യയിലെ മുസ്ലിങ്ങൾക്ക് ജീവിക്കാൻ പറ്റുന്നില്ല, ഇവിടെ മുസ്ലിങ്ങൾ ആക്രമിക്കപ്പെടുന്നു എന്നൊക്കെ ഉസ്താദ് ചാനലിനോട് പറഞ്ഞാൽ അത് വലിയ വാർത്തയാവും. ലോക മാധ്യമങ്ങളിത് ചർച്ച ചെയ്യും. അപ്പോൾ ഇന്ത്യയുടെ അഭിമാനത്തിന് തന്നെ കോട്ടം സംഭവിക്കും. ഇന്ത്യയെയും ഇന്ത്യയുടെ ഭരണകൂടത്തെയും തരം താഴ്ത്തുന്ന ഒരു പരിപാടി ഇന്ത്യയിലെ ഒരു വലിയ പണ്ഡിതൻ ചെയ്യോ? ഇവരൊക്കെ എന്താ ധരിച്ചിരിക്കുന്നത്? ഇവിടെ ഈ പറയുന്ന ഞാനും എന്നെ കേൾക്കുന്ന നിങ്ങളൊക്കെ സുരക്ഷിതമായിട്ടല്ല ഇവിടെ ജീവിക്കുന്നത്. നമ്മൾ ചെറുപ്പം മുതലേ നമ്മൾ വിദ്യാഭ്യാസം നേടുന്നുണ്ട്, യാത്ര പോകുന്നുണ്ട്, ഭക്ഷണം കഴിക്കുന്നുണ്ട്, നമ്മൾ ദീനീ പ്രബോധനം നടത്തുന്നുണ്ട്, നമ്മൾ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. നമുക്കിവിടെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഒറ്റപ്പെട്ട സംഭവങ്ങൾ ഈ രാജ്യത്തിൻ്റെ മുക്കിലും മൂലയിലൊക്കെ നടക്കുന്നുണ്ട്. അതിനർത്ഥം ഇന്ത്യ രാജ്യത്താകെ മുസ്ലിങ്ങൾക്ക് പ്രശ്നമാണെന്നാണോ? ഇന്ത്യ രാജ്യത്ത് മുസ്ലിങ്ങൾക്ക് ജീവിക്കാൻ തന്നെ പറ്റുന്നില്ല എന്നാണ് അതിനർത്ഥം. അപ്പോൾ ആ ഒറ്റപ്പെട്ട സംഭവങ്ങൾ ഹൈലൈറ്റ് ചെയ്തിട്ടാണോ ഒരു വലിയ പണ്ഡിതൻ മാധ്യമങ്ങളോട് ബൈറ്റ് പറയേണ്ടത്? നമ്മൾ ഉത്തരേന്ത്യയിലൊക്കെ യാത്ര ചെയ്യുന്നില്ലേ? ഓരോ ദിവസവും ആയിരക്കണക്കിന് ആളുകൾ അജ്മീറിലടക്കമുള്ള തീർത്ഥാടന കേന്ദ്രങ്ങളിലേക്ക് യാത്ര ചെയ്യുന്നില്ലേ? താജ്മഹലിൽ പോകുന്നില്ലേ? കാന്തപുരം ഉസ്താദും മറ്റു പണ്ഡിതന്മാരൊക്കെ എത്രയാണ് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലേക്ക് യാത്ര ചെയ്യുന്നത്, അവിടെ ദീനീ പ്രബോധനം നടത്തുന്നത്, അവിടെ വിദ്യാഭ്യാസ പ്രവർത്തനം നടത്തുന്നത്. അതിനൊക്കെ ഇല്ലാതാക്കുന്ന തരത്തിൽ പ്രധാനമന്ത്രിയെയും ഭരണകൂടത്തെയും ആക്ഷേപിക്കണമെന്നാണോ ഇവർ പറയുന്നത്? ഇവിടുത്തെ ഭൂരിപക്ഷം വരുന്ന മുസ്ലിങ്ങൾക്ക് ഒരു പ്രശ്നവുമില്ല. ഒറ്റപ്പെട്ട ആക്രമണങ്ങളും ഒറ്റപ്പെട്ട പ്രശ്നങ്ങളും മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ ഭൂരിപക്ഷം വരുന്ന മുസ്ലിങ്ങളുടെ സുരക്ഷ ഒന്നും കാണാതെ ആ ഒറ്റപ്പെട്ട ആക്രമണങ്ങൾ മാത്രം ഉയർത്തി കാണിച്ച് ഹൈലൈറ്റ് ചെയ്തിട്ട് ഇന്ത്യയെ മറ്റു രാജ്യങ്ങൾക്ക് മുമ്പിൽ നാണം കെടുത്തണമെന്നാണോ ഇവർ പറയുന്നത്? അങ്ങനെ ഭരണകൂടവുമായിട്ട് ഒരു സംഘർഷമുണ്ടാക്കാനാണോ ഇവർ പറയുന്നത്? അല്ലെങ്കിൽ മുഹമ്മദ് അലി കിനാലൂരൊക്കെ പറഞ്ഞതുപോലെ ആ ഭരണകൂടം ഒന്ന് താഴെ ഇറങ്ങട്ടെ, എന്നിട്ട് പ്രധാനമന്ത്രിയെ കാണാം, എന്നിട്ട് ഈ രാജ്യത്തുള്ള പ്രശ്നങ്ങൾ പറയാം, അങ്ങനെയാണ് ചിന്തിക്കേണ്ടത്? ഏത് ഭരണകൂടമാണ് ഇവിടെ ഭരിക്കുന്നതെങ്കിലും ആ ഭരണകൂടത്തെ സമീപിച്ച് ഇവിടുത്തെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പറയുക, ഇത് തന്നെയാണ് അത്തരത്തിലുള്ള പണ്ഡിതന്മാരുടെ ദൗത്യമെന്ന് പറയുന്നത്. അത് ഉസ്താദ് കൃത്യമായിട്ട് നിർവഹിക്കുന്നുണ്ട്. ഇന്ത്യയുടെ വിവിധ സംസ്ഥാനങ്ങളിൽ തന്നെ എത്ര പള്ളികൾ നിർമ്മിക്കുന്നുണ്ട്, എത്ര സ്ഥാപനങ്ങൾ നിർമ്മിക്കുന്നുണ്ട്. അവിടെ ആ പള്ളി നിർമ്മാണത്തിനോ സ്ഥാപനങ്ങളുടെ നിർമ്മാണത്തിനോ നടത്തിപ്പിനോ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അതൊന്നും കണ്ടില്ല കേട്ടില്ല എന്നൊക്കെ നടിച്ചിട്ട് ഒറ്റപ്പെട്ട സംഭവങ്ങൾ മാത്രം എങ്ങനെ ഹൈലൈറ്റ് ചെയ്ത് കാണിക്കുകയാണോ? നമ്മൾ സോഷ്യൽ മീഡിയയിൽ പറയുന്നത് പോലെ ഉസ്താദിന് പറയാൻ പറ്റുമോ? അതൊക്കെ ഒന്ന് ചിന്തിക്കണ്ടേ? കുറച്ചെങ്കിലും ബുദ്ധിയുള്ള ആളുകൾ അതൊക്കെ ചിന്തിച്ചിട്ടേ പറയൂ. പ്രധാനമന്ത്രിയെ കണ്ട് ചർച്ച ചെയ്ത് വരുന്ന ഒരു പണ്ഡിതന് ഒരു നാഷണൽ മീഡിയയോട് ഇവിടുത്തെ ഭരണാധികാരികൾ തീരെ പോരാ, ഇവിടെ മുസ്ലിങ്ങൾക്ക് ജീവിക്കാൻ വയ്യ, ആകെ പ്രശ്നമാണെന്നൊക്കെ പറയുന്നതെങ്കിൽ അവർ തിരിച്ചു ചോദിക്കൂലേ, നിങ്ങളിപ്പോൾ പ്രധാനമന്ത്രിയെ വന്ന് കണ്ടതിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? നിങ്ങൾ സമാധാനത്തോടെ ജീവിക്കുന്നില്ലേ? നിങ്ങൾ ഉത്തരേന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ സ്ഥാപനം നടത്തുന്നില്ലേ? പള്ളികൾ നിർമ്മിക്കുന്നില്ലേ? അതിനെന്തെങ്കിലും കുഴപ്പമുണ്ടോ? നിങ്ങൾ കേരളത്തിലും പരിസരത്തും എത്ര ലക്ഷം മുസ്ലിങ്ങളുണ്ട്, അവർക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നൊക്കെ തിരിച്ച് ചോദിച്ചാൽ എന്താ പറയുക? ഒറ്റപ്പെട്ട ആക്രമണങ്ങളെക്കുറിച്ച് പറയാം.
അല്ലേ? അപ്പോൾ ഇന്ത്യയിലെ മൊത്തം മുസ്ലിങ്ങളെക്കുറിച്ച് പറയുമ്പോൾ ഒറ്റപ്പെട്ട ആക്രമണങ്ങൾ മാത്രമാണോ നിങ്ങൾ കാണുന്നതെന്ന് തിരിച്ചു ചോദിച്ചാൽ ഉത്തരം പൊട്ടിപ്പോവും. ഇവിടെ ഉസ്താദ് പറഞ്ഞത് ഇന്ത്യയിലെ മൊത്തം മുസ്ലിങ്ങളെ കുറിച്ചാണ്, അല്ലാതെ ആക്രമണങ്ങൾ നേരിടുന്ന ന്യൂനപക്ഷത്തെ മാത്രം ഉദ്ദേശിച്ചല്ല പറഞ്ഞത്. ഇവിടെ ഒരു പ്രശ്നവുമില്ല, ഒരു മുസ്ലിമും ആക്രമിക്കപ്പെടുന്നില്ല എന്നല്ല ഉസ്താദ് പറഞ്ഞതിനർത്ഥം. പൊതുവെ ഒരു കാര്യം പറയുമ്പോൾ പൊതുവെയുള്ള കാര്യങ്ങൾ പറയുക. പൊതുവെ ഇന്ത്യയിലെ മുസ്ലിങ്ങൾ സുരക്ഷിതരാണ്. അത്തരത്തിലുള്ള ഒരു ഭരണഘടനയാണ് ഇവിടെയുള്ളത്. ഇവിടെ മതപ്രചാരണം നടത്താനോ മതവിദ്യാഭ്യാസം നൽകാനോ അവർക്ക് ആരാധന നിർവഹിക്കാനൊന്നും ഒരു പ്രശ്നവുമില്ല. ഒറ്റപ്പെട്ട സംഭവങ്ങൾ മാറ്റി നിർത്തിയാൽ വേറെ ഒരു കുഴപ്പമില്ല. ആ തരത്തിൽ തന്നെയാണ് ഉസ്താദ് പറഞ്ഞത്. ആ സമയത്ത് അങ്ങനെ തന്നെ പറയാൻ പറ്റുള്ളൂ. നമ്മുടെ വീട്ടിലെ ഏതെങ്കിലും ഒരു മൂലയിൽ കുറച്ച് പല്ലികൾ താമസിക്കുന്നുണ്ടെങ്കിൽ ഈ വീട് മൊത്തം പല്ലിയാണ്, പ്രശ്നമാണെന്ന് പറഞ്ഞ് നമ്മുടെ വീട്ടിന് കുറ്റം പറയോ? നമ്മുടെ നാട്ടിൽ ഏതെങ്കിലും ഒരാൾ ലഹരി ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ഇവിടെ മൊത്തം ലഹരി ഉപയോഗിക്കുന്നവരാണ്, ഇവിടെ ആകെ പ്രശ്നമാണ്, ജീവിക്കാൻ പറ്റണില്ല എന്നാണ് നമ്മൾ പറയാം. ഒറ്റപ്പെട്ട സംഭവങ്ങൾ ഒരുപാടുണ്ടാവും. അതല്ല നമ്മൾ ഉയർത്തി കാണിക്കേണ്ടത്. മറിച്ച് ഈ ലോകത്തിന് മുമ്പിൽ നല്ല നല്ല കാര്യങ്ങൾ എടുത്തു പറഞ്ഞിട്ട് ഇന്ത്യയുടെ അഭിമാനം ഉയർത്തുകയാണ് വേണ്ടത്. അതിനർത്ഥം ഭരണാധികാരികൾ ചെയ്യുന്ന ഇത്തരം വിവേചനപരമായിട്ടുള്ള കാര്യങ്ങളൊന്നും സപ്പോർട്ട് ചെയ്യലല്ല. അതിനർത്ഥം ആ പ്രശ്നങ്ങളൊന്നും കണ്ടില്ല എന്ന് നടിക്കലല്ല. അങ്ങനെ ഇന്ത്യയുടെ അഭിമാനം ഉയർത്തുമ്പോൾ ഒരു വശത്ത് അത്തരം പ്രശ്നങ്ങൾ പരിഹരിക്കാനും ഉസ്താദ് ശ്രമിക്കുന്നുണ്ട്. അതെന്താ കാണാതെ പോകുന്നത്? അപ്പോൾ എന്തൊക്കെ എവിടെ പറയണം, എങ്ങനെ പറയണം, ആരോട് പറയണം എന്നൊക്കെ ഉസ്താദിന് വളരെ കൃത്യമായിട്ട് അറിയാം. അത് നിങ്ങളാരും പഠിപ്പിച്ചു കൊടുക്കേണ്ട ഒരു കാര്യമില്ല. എപ്പോഴും ഭരണകൂടങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ മറച്ചു വെച്ച് അവർക്ക് സ്തുതി പാടുന്ന ആളല്ല ഉസ്താദ്. ഓരോ ഘട്ടത്തിലും ആ ഭരണകൂടത്തിനെതിരെ ആഞ്ഞടിച്ചിട്ടുണ്ട്, പല പ്രശ്നങ്ങളും ഉന്നയിച്ചിട്ടുണ്ട്. അവരുടെ പാർട്ടി നേതാക്കന്മാർക്ക് പോലും കൃത്യമായ ചുട്ട മറുപടി കൊടുത്തിട്ടുണ്ട്. കഴിഞ്ഞ കാലങ്ങളിലേക്കൊന്ന് നോക്കിയാൽ തന്നെ നമുക്കത് ബോധ്യപ്പെടും. ആ നിലപാടിലൊന്നും ഒരു മാറ്റവും വന്നിട്ടില്ല. ഇവിടെ നിലവിലെ പ്രശ്നങ്ങൾ സങ്കീർണമാക്കാനല്ല ഉസ്താദ് പോയിട്ടുള്ളത്, അത് പരിഹരിക്കാൻ വേണ്ടിയിട്ടാണ്. ആ ഉസ്താദ് ഉന്നയിച്ച പ്രശ്നങ്ങൾ നോക്കിയാൽ തന്നെ മനസ്സിലാവില്ലേ ഇവിടെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് എന്നാണ് ഉസ്താദ് പ്രധാനമന്ത്രിയോട് പറഞ്ഞതെന്ന്. അങ്ങനെ പ്രശ്നങ്ങളൊന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു നിവേദനത്തിന് തന്നെ അർത്ഥമില്ലല്ലോ. അങ്ങനെ ഒരു നിവേദനം തന്നെ കൊടുക്കേണ്ട കാര്യമില്ലല്ലോ. ആ നിവേദനം എന്ന് പറഞ്ഞാൽ ഒരുപാട് പ്രശ്നങ്ങൾ എഴുതി ചേർത്ത നിവേദനമാണ്. അപ്പോൾ അതിനർത്ഥം എന്താ? അത്തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ ഇവിടെ ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഉസ്താദ് മാധ്യമത്തിന് വൈറ്റ് കൊടുത്തത് നോക്കുമ്പോൾ ഉസ്താദ് ഒരു പ്രശ്നവും ഇവിടെ ഇല്ല എന്നാണ് പറഞ്ഞതെന്നാണ് ഇവരൊക്കെ പറയുന്നത്. എന്തൊരു വൈരുദ്ധ്യമാണത്! അപ്പോൾ ഭരണാധികാരിയോട് പറയേണ്ട കാര്യങ്ങൾ പറയും, മാധ്യമത്തോട് പറയേണ്ട രീതി അങ്ങനെയും പറയും. അതൊക്കെ മനസ്സിലാക്കാനുള്ള ഒരു ബുദ്ധി വേണത്. ഈ വിമർശിക്കുന്ന ആളുകൾ ഈ രാജ്യത്ത് നടക്കുന്ന എന്തെങ്കിലും പ്രശ്നം പരിഹരിക്കാൻ ശ്രമിച്ചിട്ടുണ്ടോ? ഏതെങ്കിലും ഒരു പ്രശ്നം പരിഹരിക്കാൻ പ്രധാനമന്ത്രിക്കോ മുഖ്യമന്ത്രിക്കോ ഒരു കത്തെങ്കിലും അയച്ചിട്ടുണ്ടോ? വേണ്ട. നമ്മുടെ തൊട്ടടുത്തുള്ള ഒരു മനുഷ്യൻ്റെ പ്രശ്നം പരിഹരിക്കാനെങ്കിലും ഒന്ന് ശ്രമിച്ചിട്ടുണ്ടോ? ഇല്ല. അതൊന്നും ശ്രമിക്കാത്ത ആളുകളാണ് ഈ രാജ്യത്തിൻ്റെ പ്രശ്നം പരിഹരിക്കാൻ ഓടി നടക്കുന്ന ആളെ പരിഹസിക്കുന്നത്. ഇവരൊക്കെ പറയുന്നത് പോലെ ഇപ്പോൾ ഈ രാജ്യം ഭരിക്കുന്നത് സംഘപരിവാറാണെന്ന് പറഞ്ഞ് ഉസ്താദ് വീട്ടിലിരിക്കണം. പണ്ട് മുക്കുവൻ ചെയ്തതുപോലെ. മുക്കുവൻ എന്താ ചെയ്തത്? കടലിൽ വലിയ വലിയ ഒരുപാട് തിരമാലകളുണ്ട്, വലിയ വലിയ സ്രാവുകളുണ്ടെന്ന് പറഞ്ഞ് കടലിനോട് പിണങ്ങിയിട്ട് വീട്ടിലിരുന്നു. ആ മുക്കുവനും കുടുംബവും പട്ടിണിയായി എന്നല്ലാതെ കടലിന് എന്തെങ്കിലും സംഭവിക്കുമോ? അപ്പോൾ അങ്ങനെയാണോ ഉസ്താദ് ചെയ്യേണ്ടത്? സംഘപരിവാറാണ്, BJP ആണ് ഭരിക്കുന്നതെന്ന് വിചാരിച്ചിട്ട് ആ ഭരണകൂടത്തോട് പിണങ്ങി വീട്ടിലിരുന്നാൽ നമ്മൾ വീട്ടിലിരിക്കുകയുള്ളൂ. ഈ രാജ്യത്തെ പ്രശ്നങ്ങളൊന്നും തീരില്ല. ആ പ്രശ്നങ്ങൾക്ക് ഒരു ഭാഗത്ത് നടക്കുമ്പോൾ അത് പരിഹരിക്കാനുള്ള കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ്. നിങ്ങളൊന്ന് ആലോചിച്ച്, ഉസ്താദിന് ഇപ്പോൾ ഈ പ്രധാനമന്ത്രിയെ പോകേണ്ട കാര്യമുണ്ടോ? ഉസ്താദിന് വീട്ടിലിരുന്നാൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ? 90 വയസ്സ് കഴിഞ്ഞു. ഉസ്താദിനിപ്പോൾ അധികാരമൊന്നും കിട്ടാനില്ലല്ലോ, വോട്ട് കിട്ടാനില്ലല്ലോ, നടക്കാൻ പോലും കഴിയാത്ത ആളാണ്. ഇവിടെ പൂർണ്ണ ആരോഗ്യവാനായ ആളുകൾക്ക് വരെ യാത്ര ചെയ്യുന്നതിൻ്റെ ബുദ്ധിമുട്ടറിയാം. അത്തരമൊരു സാഹചര്യത്തിൽ 90 കഴിഞ്ഞ വന്ധ്യവയോധികനായ ഒരാൾ ഈ രാജ്യത്തിനും സമൂഹത്തിനും വേണ്ടി ഇങ്ങനെ ഓടി നടക്കുമ്പോൾ ആ പണ്ഡിതനെ കല്ലെറിഞ്ഞ് തളർത്താൻ നിങ്ങൾ ആര് ശ്രമിച്ചിട്ടും ഒരു കാര്യവുമില്ല. ആ പണ്ഡിതൻ തളരില്ല, മറിച്ച് നിങ്ങൾ തളർന്നു പോവുകയുള്ളൂ. അപ്പോൾ അതിൻ്റെയൊക്കെ തിക്തഫലം തീർച്ചയായിട്ടും നിങ്ങളൊക്കെ അനുഭവിക്കും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.